ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ താഴെ വാഴത്തോട്ടത്തിൽ നിന്ന് ഇരുന്ന് ഒരു സന്ധ്യാസമയത്ത്, ഒരു സന്ധ്യ മയങ്ങണ സമയത്ത് ഒരാൾ പുല്ല് കുറിച്ചോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇയാളെ കണ്ടപ്പോൾ ഇതൊരു അസ്വാഭാവികതയാണല്ലോ എനിക്ക് തോന്നി. ഈ തലമുട്ടിയടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ആനന്ദം, ഞാൻ എൻ്റെ ശരീരത്തെ ജയിച്ച ഒരു പ്രതീതി. ഞങ്ങളുടെ വീട്ടില് എൻ്റെ മുറിയിൽ മണിച്ചേട്ടനെ താമസിപ്പിച്ചുകൊണ്ട് തുടങ്ങാൻ ഇടവന്ന ഒരു ബന്ധു വന്ന് താമസിക്കുന്ന പോലെ. മൈലക്കുമ്പ് ദിവ്യരക്ഷാലയം സമൂഹത്തിനും കത്തോലിക്ക സഭയ്ക്കും വലിയ അനുഗ്രഹമായി വളർന്നിരിക്കുകയാണ്. 30-ാം വർഷത്തിലേക്ക് കടക്കുന്ന ദിവ്യരക്ഷാലയം അതിൻ്റെ അമരക്കാരനായ ടോമി മാത്യു ഓടക്കലിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ടോമി ചേട്ടാ നമസ്കാരം. ടോമി ചേട്ടൻ എങ്ങനെയാണ് ഈ വലിയ ഒരു ദൈവാനുഭവത്തിലേക്ക്, ഇങ്ങനെ ഒരു ദൈവിക ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്? ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും എൻ്റെ യുവത്വത്തെക്കുറിച്ചും എല്ലാം എനിക്ക് ഒന്ന് പരാമർശിക്കേണ്ടി വരും. ഞാനൊരു കർഷക കുടുംബത്തിൽ, ഒരു കർഷകരായ മാതാപിതാക്കൾക്ക് ജനിച്ച മാത്യു ഏലിയാമ്മ, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു മകനാണ്. ഞങ്ങൾ 10 മക്കളുള്ള ഒരു കുടുംബത്തിലെ 5ാമത്തെ അംഗമാണ് ഞാൻ. 4 ആണുങ്ങളും 6 സഹോദരിമാരുമാണ് ഞങ്ങളുള്ളത്. ഞാൻ പ്രീ ഡിഗ്രി പാസ്സായി. അത് കഴിഞ്ഞ് ഏറ്റുമാനൂർ ITI പാസ്സായി. ITI സിവിൽ ആയിരുന്നു എൻ്റെ വിഷയം. എനിക്ക് 21 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഏറ്റുമാനൂർ ITIയിൽ പഠിക്കാൻ പോകുന്നത്. ആ സമയത്താണ് എൻ്റെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു ദൈവാനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്. എൻ്റെ ഒരു സഹോദരിയുടെ വിവാഹ ആവശ്യത്തിന് കലൂർക്കാട് പള്ളിയുടെ ഫ്രണ്ടിൽ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തും ഒരകന്ന ബന്ധുവുമായ ഒരു സഹോദരൻ എന്നോട് ദൈവവചനം സംസാരിച്ചു. ഈ റോട്ടിൽ വെച്ച്. അദ്ദേഹം ഒരു ജീസസ് യൂത്ത് ആയിരുന്നു. ഈ ലോകത്തിൻ്റെ നശ്വരതയും ദൈവവചനത്തെ കുറിച്ചുള്ള ഒരു പരാമർശവും വിശ്വാസം വഴിയുള്ള നിത്യജീവനും അതൊക്കെ സംസാര വിഷയമായിട്ട് വന്നു. ഒരു സംശയം കൂടാതെ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സത്യത്തിൻ്റെ ദാസനാകാൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്. ആ സമയത്ത് എന്നിലേക്ക് ഒരു അഭിഷേകം കടന്നു വന്നു. അന്നേരം മുതൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ നാവിലോ എൻ്റെ ഹൃദയത്തിലോ ദൈവസ്തുതി ഉണ്ടായിട്ടില്ല. പള്ളിയിൽ പോകും, ഖുർആനിൽ പങ്കെടുക്കും, വേദപാഠം പഠിച്ചിട്ടുണ്ട്, പള്ളിക്കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക, എൻ്റെ നാവുകൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളൊരു കാര്യം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവിടെ വെച്ച് ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു കൃപയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി. അത് 91-ലാണ്. അങ്ങനെ ധ്യാനം കൂടിയ എനിക്ക് വലിയ ആത്മാഭിഷേകം പകർന്നു കിട്ടി. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് കൗൺസിലിംഗ് തന്ന ഒരാൾ, നീ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിന്റെ പ്രകാശമാണ്, ഇങ്ങനെ കുറേ അഭിഷേക വചനങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു, നിന്നിലൂടെ അനേകായിരങ്ങൾ രക്ഷ പ്രാപിക്കുന്ന ഒരു പ്രവചനം പോലെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ഞാൻ ഓരോ ദിവസവും ഈ 30-35 വർഷം കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ നിമിഷവും മനസ്സിലാകുന്നു അത് ദൈവത്തിൻ്റെ വലിയ തെരഞ്ഞെടുപ്പും വിളിയും അഭിഷേകവും മാറ്റി നിർത്തലും എല്ലാമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. അതിനുശേഷം ഞാൻ തൊടുപുഴയിൽ ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ ഞാൻ വളരെ സജീവമായിട്ട് കുറെ കാലം പഠിച്ചുകൊണ്ടിരിക്കുക. ഏറ്റുമാനൂർ പഠിക്കുന്ന സമയത്ത് തന്നെ ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ വളരെ സജീവമായിരുന്നു. ഞാൻ ധ്യാനം കൂടാതെ തന്നെ കോതമംഗലം രൂപത ജീസസ് യൂത്ത് സർവീസ് ടീം മെമ്പറായ ആളാണ്. ഈ ഡിവൈൻ ധ്യാനത്തിന് മുമ്പ് തന്നെ ഞാൻ എവിടെ ചെന്നാലും ആ സമൂഹം പെട്ടെന്ന് ആത്മാവിൽ ഉയരും, നമ്മളെ അംഗീകരിക്കും, ശുശ്രൂഷകൾ വളരെ വിപുലമാകും, എന്ത് ചെയ്താലും വളരെ അനുഗ്രഹമായിട്ട് മാറും. ഈ പഠിക്കുന്ന സമയത്താണ് ഈ കോട്ടയത്തെ നമ്മുടെ പി യു തോമസ് ബ്രദറിന്റെ കൂടെ പി യു തോമസ് ബ്രദറിനെ കാണാൻ പോകുന്നത്. ഞാൻ ആദ്യത്തെ ആളെ ദിവ്യരക്ഷാലത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ആളെ കിട്ടിയ സമയത്ത് അദ്ദേഹത്തെ നവജീവനിലാക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് പി യു തോമസ് ചേട്ടനെ കാണാൻ നവജീവനിലാക്കാൻ വേണ്ടി ചോദിക്കാൻ പോകുന്ന. അതെ. അപ്പൊ അതിനു മുമ്പ് ഒരു ഇച്ചിരി പാസ്റ്റ് പറയാനുണ്ട്.
അതായത് തൊടുപുഴ സ്നേഹദീപം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ചാരിറ്റബിൾ ട്രസ്റ്റ്. അത് എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ഒരു അയൽവാസിയുമായ മാത്യു കണ്ടിരിക്കൽ എന്ന് പറയുന്ന ഒരു ഗോൾഡ് മർച്ചന്റ്, സ്വർണ്ണക്കടക്കാരനാണ് മാത്യു. അദ്ദേഹമാണ് ഈ വിശുദ്ധനാട് തീർത്ഥാടനം കേരളത്തില് വ്യാപകമാക്കിയ ആൾ, മാത്യു കണ്ടിരിക്കൽ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ 1ാം വാർഷികത്തില് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണം കൊടുത്തുകൊണ്ട് ഒരു ഞായറാഴ്ചകളിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു ശുശ്രൂഷ അദ്ദേഹം ആരംഭിച്ചു. അതിന് എന്നെ ക്ഷണിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഇത്തരത്തിലുള്ള ഒരു ശുശ്രൂഷയുടെ ഒന്നാമത്തെ ഒരു ആരംഭം. ഞാൻ ചെന്ന ഉടനെ തന്നെ സ്നേഹദീപത്തിന്റെ ശുശ്രൂഷകൾ വളരെ വിപുലമായിട്ട് ടൗണില് വ്യാപിച്ചു. അങ്ങനെ പല മേഖലകളിലേക്ക് ശുശ്രൂഷ വന്നു. അതിലൊന്നാണ് ഈ റോഡിലൂടെ അലഞ്ഞു കിടക്കുന്ന ഒരാളെ കിട്ടിയപ്പം ഉപദേശം തേടാൻ വേണ്ടി പി യു തോമസ് ബ്രദറിന്റെ അടുക്കൽ പോയി എന്ന് പറഞ്ഞ് അതല്ല ഈ കുട്ടിയച്ചൻ ചേട്ടൻ, മാത്യു ചേട്ടൻ ആദ്യത്തെ ഈ റോട്ടിലൂടെ അലഞ്ഞു കിടക്കുന്ന ആളുകളെ ഒരു ജോർജ് എന്ന് പറഞ്ഞ ഒരു അമ്മയും മകനും ഞങ്ങളുടെ വീട്ടുകാർ ചെറുപ്പത്തിൽ അലഞ്ഞു വരുമായിരുന്നു ഈ സഹായത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി. ഈ അമ്മയും മകനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് അവര് ആവറേജ് ജീവിച്ചു പോകും. രണ്ടുപേർക്കും ഇച്ചിരി അസുഖമുണ്ട്, സൈക്യാട്രിക് പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഈ ഒരു നാള് കഴിഞ്ഞപ്പോ ഇവരിതിലെ വരാതായി. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ ഈ അമ്മ മരിച്ചുപോയി എന്ന് അറിയാൻ പറ്റി. അമ്മ മരിച്ചുപോയതിനു ശേഷം ജോർജിനെയും കണ്ടിട്ടില്ല. ജോർജിനെ കോട്ടയത്ത് നവജീവനിലാക്കിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നവജീവൻ എന്നാന്നോ അതെവിടെയാന്നോ ഒന്നും അതിന്റെ സാഹചര്യങ്ങളൊന്നും അറിയത്തില്ല. കോട്ടയത്ത് ഇങ്ങനെ നവജീവനിലാക്കിയെന്ന് മാത്രം കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ നമ്മുടെ ശുശ്രൂഷയിലെ ആദ്യത്തെ മകൻ മണിച്ചേട്ടന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല് തൊടുപുഴ ടൗണില് വർഷങ്ങളായി മാനസികരോഗം മൂലം അലഞ്ഞു കിടന്ന ഒരു ചേട്ടനായിരുന്നു. അദ്ദേഹത്തിന് ഒരു സംശയരോഗമായിരുന്നു. അദ്ദേഹത്തിന്റെ സംശയം എന്താണെന്ന് വെച്ചാല് മണിച്ചേട്ടന്റെ തുണി പറഞ്ഞു പോകുന്ന സംശയമായിരുന്നു അദ്ദേഹത്തിന്. അത് കാരണം പുള്ളി മുണ്ടെടുത്തതിന് ശേഷം ഒരു 6-7 ലുങ്കിയോ കനമുള്ള തുണികൾ എന്നേലും അരയ്ക്കങ്ങ് ചുറ്റും, മുകളിലേക്ക് ചുറ്റും. അതിനുശേഷം മുണ്ട് മടക്കി കുത്തും. അപ്പൊ ശരിക്കും ഒരു കഥകളിക്കാരന്റെ മാതിരി ആണ് പുള്ളിയുടെ അപ്പിയറൻസ്. അങ്ങനെ മണിച്ചേട്ടനെ ചികിത്സിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തെ കോട്ടയത്ത് നവജീവനിലാക്കാം എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തു. അങ്ങനെയാണ് തോമസേട്ടനെ കാണാൻ വേണ്ടി പോകുന്നത്. നവജീവൻ കാണാൻ വേണ്ടി ചെല്ലുമ്പോ ഞാൻ ആദ്യം പറഞ്ഞ ജോർജ്, ആ ജോർജ് നവജീവനിലെ ഒരു ശുശ്രൂഷകനാണ്. രോഗിയായിട്ട് വീട്ടിൽ ഞങ്ങൾ ഭക്ഷണം കൊടുത്തോണ്ടിരുന്ന ജോർജ്, ഞാൻ നവജീവൻ കാണാൻ ചെല്ലുമ്പോ നവജീവനിലെ ഒരു വർക്കിംഗ് പേഷ്യന്റാ. ഈ ജോർജാണ് എനിക്ക് നവജീവൻ ചെല്ലുമ്പോ എനിക്കൊരു ചായ തരുവാണ്. ഞാൻ ആ ചായ സന്തോഷത്തോട് കുടിച്ചു. ജോർജ് എല്ലാരും കൊണ്ട് എന്നെ പരിചയപ്പെടുത്തി എന്റെ ടോമിച്ചേട്ടനാ, എന്റെ ടോമിച്ചേട്ടനാ. കാരണം വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നാണല്ലോ. എന്റെ ടോമിച്ചേട്ടനാന്ന് പറഞ്ഞ് എല്ലാരും കൊണ്ട് പരിചയപ്പെടുത്തി. അന്ന് അവിടുത്തെ ശുശ്രൂഷകര് എന്നെ നവജീവനെല്ലാം കാണിച്ചു തന്നു. സത്യത്തില് അന്നത്തെ നവജീവന്റെ അവസ്ഥ, ഒരു ലോഡ്ജ് വാടകയ്ക്കെടുത്ത് അതിനകത്ത് 10-40 സ്ത്രീ പുരുഷന്മാര് വളരെ ഞെരുങ്ങി ഭാരപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, ഒരു സൗകര്യമില്ലാതെ, ഒരു മഴക്കാലം, അങ്ങനെ വളരെ വിഷമിച്ച് താമസിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ പോയി കാണുന്നത്. അപ്പൊ ഞാൻ നവജീവൻ കണ്ടിട്ട് ഞാനിങ്ങനെ ഓർമ്മ, ദൈവമേ, ഇതിലെത്രയോ നന്നായിട്ട് നമുക്ക് ഈ മക്കളെ നോക്കാൻ പറ്റും, എത്രയോ നന്നായി, ഇതിലും എത്രയോ ഭംഗിയായിട്ട് നമുക്ക് ഇവരെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ പൈങ്കുളം ആശുപത്രി എന്റെ വീടിനോട് വളരെ ചേർന്ന, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് സെക്രട്ടേറിയറ്റ് ഹോസ്പിറ്റൽ പൈങ്കുളം. വീടിനോട് വളരെ ചേർന്ന. അപ്പൊ ഞാൻ ചെറുപ്പം മുതലേ ഈ ഇങ്ങനെയുള്ള ആളുകളുടെ ഭാരവും വേദനയും കഷ്ടപ്പാടും ഒക്കെ ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു സാഹചര്യത്തിൽ തമ്പുരാനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, തൊടുപുഴ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു കൃപ തന്നെയെന്ന് ഞാൻ ആ സമയത്ത്. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരോട് നവജീവന്റെ അവസ്ഥയും ഇങ്ങനെ എൻ്റെ ഒരു ആഗ്രഹവും ഒക്കെ പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു, നല്ല കാര്യമാണ്, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അതിനകത്തൊരു തീരുമാനം തരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വ്യക്തിപരമായിട്ടല്ല, എൻ്റെ കൂട്ടുകാരും ഞാനും അത് ഈ വിഷയം ഞാൻ വീട്ടിൽ ഒരു ഫ്രാൻസിസ് ഉണ്ട്, ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ജോർജ് ഉണ്ട്, പിന്നെ ഒരു ചെറിയാൻ ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ കൂടെ ശുശ്രൂഷ ഒരു അമ്മാവനും അമ്മായി ഉണ്ടായിരുന്നു. ഇങ്ങനെ പഴയ ആദ്യകാല ഈ സ്നേഹദീപത്തിന്റെ പ്രവർത്തകരായിരുന്ന കൂട്ടുകാരെല്ലാം കൂടെ കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും.
അന്ന് സാഹചര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ സാമാന്യ വലിയ വീടാണ്. എൻ്റെ താഴെയുള്ള പിള്ളേരൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. മുതിർന്നവരൊക്കെ പോയി പഠിക്കാനായിട്ട് പോയി. അപ്പം ഞാനാണ് വീട്ടിലെന്നുള്ളത്. അപ്പം ഞാൻ ചാച്ചനോട് പറഞ്ഞു, ചാച്ച ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പം എൻ്റെ ഈ ശുശ്രൂഷ ജീവിതം ചാച്ചനെ സംബന്ധിച്ചൊരു ഒരു ഒരു ഭാരമായിരുന്നു. കാരണം ഞാൻ വീടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, എന്നാലും അത് പോരാ. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഞാന് ഇങ്ങനെ ഒരു വഴിയിൽ പോയാൽ എന്താവുമെന്ന് ചാച്ചന് കൃഷിയൊക്കെ. അതുകൊണ്ട് ചാച്ചന് ഇത് വലിയൊരു ഭാരമായിരുന്നു എൻ്റെ ഈ ഇങ്ങനെയുള്ള ഒരു യാത്ര. വീട്ടിൽ കിട്ടുന്നില്ല. അതെ, വീട്ടിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടം ചാച്ചന് ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഈ വിവരം വീട്ടിൽ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്കാകാം എന്നുള്ളൊരു ചിന്ത ചാച്ചൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ കുട്ടിയഞ്ചേട്ടനോട് പറഞ്ഞു. കുട്ടിയഞ്ചേട്ടന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ, ടോമി ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്, ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആയിക്കോ. അങ്ങനെ നവജീവനിൽ കൊണ്ടുപോയി ആക്കാൻ തീരുമാനിച്ച മണിച്ചേട്ടനെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടും ദൈവകൃപ കൊണ്ടും ഈ മണിച്ചേട്ടനെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കൃപ ദൈവം തന്നു. ആ റൂമില് ഞാനും മണിച്ചേട്ടനോട് താമസിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് ഞാൻ നിലത്ത് കിടക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വീട്ടില് എൻ്റെ മുറിയില് മണിച്ചേട്ടനെ താമസിപ്പിച്ചുകൊണ്ട് തുടങ്ങാൻ ഇടവന്നൊരു ബന്ധു വന്ന് താമസിക്കുന്ന പോലെ. പിന്നീട് ഒരു വർഷം കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ആളെ കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാസു നടന്നു. ഈ വാസു ചേട്ടനെ കിട്ടിയതും ഇതുപോലെ വളരെ അതിശയകരമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ബലം എന്ന് പറഞ്ഞാൽ ജോഷിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ബലമുണ്ട്. വാസു ചേട്ടൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. ഇദ്ദേഹത്തെ ഞാഞ്ഞൂല് വാസു എന്നാണ് നാട്ടുകാർ വാഴക്കുളക്കാർ വിളിച്ചോണ്ടിരുന്നത്. ഞാഞ്ഞൂല് വാസു, അതായത് പുല്ല് പറിച്ചിട്ട് അതിനിടയ്ക്ക് മണ്ണിരേൻ പിടിച്ചു തിന്നും. ഇതാണ് വാസുവിന്റെ ഹാബിറ്റ്. പുല്ല് പറിച്ചിട്ട് ഏത് വേസ്റ്റും വാരി തിന്നും. ഞാനൊരിക്കല് എവിടെയോ യാത്ര കഴിഞ്ഞ് വന്ന് ഒരു സന്ധ്യാസമയത്ത് വാഴക്കുളം ടൗണിന്റെ ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ താഴെ വാഴത്തോട്ടത്തിൽ ഇരുന്ന് ഒരു സന്ധ്യാസമയത്ത്, ഒരു സന്ധ്യ മയങ്ങണ സമയത്ത് ഒരാൾ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇയാളെ കണ്ടപ്പോൾ ഇതൊരു അസ്വാഭാവികതയാണല്ലോ എനിക്ക് തോന്നി. ഞാന് അവിടെ നിന്ന് ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ മനുഷ്യനെ അനുഗ്രഹിക്കണേ, ഈ മനുഷ്യനെ പൊസിഷൻ ചെയ്യണേ, വെച്ചാൽ എവിടെയെങ്കിലും ഉത്തരവാദിത്തമായിട്ടുള്ളൊരു വഴിയിൽ അദ്ദേഹത്തിന് തുറന്നു കൊടുക്കണേ. ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോൾ വാഴക്കുളത്തുള്ള ഒരു 3-4 ചെറുപ്പക്കാര് ഞങ്ങളെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു. അവരുടെ ആവശ്യം എന്താ വെച്ചാല്, ഒരു വാസു എന്ന് പറഞ്ഞ ഒരാളെ പൈങ്കുളാശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയേക്കുവാണ്, കൊണ്ടേയാകാൻ സ്ഥലമില്ല, ഞങ്ങളെ സഹായിക്കാവോ? ഇതാണ് അവരുടെ ചോദ്യം. അപ്പോൾ ഞാനും ചേട്ടനും കൂടി ആലോചിച്ചിട്ട് വാസുവിനെയും ഞങ്ങൾ വീട്ടിലെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വാസുചേട്ടൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം, എനിക്ക് എൻ്റെ നിലവാരത്തിൽ ഇവരെ ജീവിപ്പിക്കണം എന്നുള്ളതാണ്. ഈ വാസുചേട്ടൻ വന്നതിൻ്റെ 3-ാം ദിവസം വാസുചേട്ടന് മുറ്റത്ത് കിടന്നൊരു ബ്ലേഡ് കിട്ടി. ഈ വാസുചേട്ടൻ ആ ബ്ലേഡ് എടുത്തിട്ട് ഈ തലയിലെ മുടി ഇങ്ങനെ ഇങ്ങോട്ടും പിടിച്ചു, ഇങ്ങനെ ഇങ്ങോട്ടും പിടിച്ചു. നടുക്ക് വരമ്പ് പോലെ കുറച്ച് മുടി, പിന്നെ 2 റോഡ്, പിന്നെ ബാക്കി മുടി. ഞാൻ എവിടെയോ വന്നു കഴിഞ്ഞപ്പോൾ വാസുചേട്ടൻ ഇങ്ങനെ മുടിയും പഠിച്ചിട്ട് എന്നെ നോക്കി കുലുങ്ങി ചിരിക്കും. അപ്പൊ എനിക്കുണ്ടായ ഒരു സങ്കടം, എനിക്കങ്ങ് സഹിക്കാൻ പറ്റാത്ത സങ്കടമായി. എന്നെ പോലെ ജീവിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന വാസുചേട്ടൻ, ഈ സങ്കടം എനിക്ക് വരുമ്പോഴും ഈ വാസുചേട്ടൻ എങ്ങനെ ഇങ്ങനെ സന്തോഷിക്കണേ, ഞാനിങ്ങനെ സങ്കടപ്പെടുമ്പോൾ എങ്ങനെ ഈ വാസുചേട്ടൻ ഇങ്ങനെ സന്തോഷിക്കണേ, അതെന്റെ ഒരു അന്വേഷണം. 6 മാസത്തോളം ഈ ഒരു വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ചുരുങ്ങി ഒരു ഒക്ടോബർ 4-ാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളാണ്. അന്ന് ഞാൻ എവിടെയോ ദൂരെ യാത്ര പോയിട്ട് കലൂർക്കാട്, അതായത് ഞാൻ മാനസാന്തരപ്പെട്ട സ്ഥലത്ത്, അവിടെ ഒരു ബാർബർ ഷോപ്പിൽ കയറി ഞാൻ തലമുട്ടിയടിച്ചു. ഈ തലമുട്ടിയടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ആനന്ദം, ഞാൻ എൻ്റെ ശരീരത്തെ ജയിച്ച ഒരു പ്രതീതി. പിന്നെ ഞാൻ എല്ലാ വർഷവും ഈ ശുശ്രൂഷ തുടങ്ങിയതിന് ശേഷം എല്ലാ വർഷവും ഞാൻ വർഷത്തിലൊരിക്കലും മുടി വിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തലമുട്ടയടിക്കുക. ഞാനത് വളരെ പോസിറ്റീവായിട്ട് എടുത്തു, പ്രാർത്ഥനാപൂർവ്വം എടുത്തു. അതെനിക്ക് കൂടുതൽ ഊർജം നൽകി. ഞാൻ എൻ്റെ അന്വേഷണത്തിൻ്റെ വഴികൾ തുടർന്നു. ഞാൻ മൈലക്കുമ്പ് പള്ളിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൈക്കാരനാണെന്ന് എനിക്ക് തോന്നി. 25 വയസ്സിൽ 23-ാമത്തെ വയസ്സിൽ ഞാൻ പള്ളിയിലെ കൈക്കാരനായി. അപ്പോൾ ആ സമയത്ത് പള്ളിയിലെ കണക്ക്, വീട്ടിലെ കണക്ക്, എൻ്റെ 2 ഷർട്ടിന് പോക്കറ്റ് നിറയെ പേപ്പറും കണക്കുമായിട്ട് എനിക്ക് എന്നോട് തന്നെ ഒരു വിഷമം തോന്നി. ഞാൻ എൻ്റെ
ഷർട്ടിൻ്റെ പോക്കറ്റ് വലിച്ചീറി കളഞ്ഞിട്ട് ഞാൻ പിന്നെ മടിയിലായി സാധനങ്ങൾ സൂക്ഷിക്കില്ല. എന്നുവെച്ചാൽ ഷർട്ടിൻ്റെ പോക്കറ്റ് ഞാൻ വലിച്ചീറി കളഞ്ഞു. എനിക്കെന്തോ അതിനോട് ഭയങ്കര ഒരു വിരക്തി. പിന്നീട് ദിവ്യശാല തുടങ്ങിയപ്പോഴാണ് എന്തുകൊണ്ടാണ് ഞാൻ ഷർട്ടിൻ്റെ പോക്കറ്റ് വലിച്ചീറി കളഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടുത്തെ മക്കള് എന്ത് കിട്ടിയാലും അവർ പോക്കറ്റിലിടും. അപ്പം ഞാൻ ഇവർക്ക് ഷർട്ട് കൊടുക്കുമ്പോൾ ഇവരുടെ പോക്കറ്റ് വലിച്ചു കളയും. അതുപോലെ ഒരു കാലം മുഴുവൻ ഞാൻ എത്ര കൂട്ടം കറി ഇടയിലും ഞാൻ ഒരു കൂട്ടം കറി കൂട്ടിയേ കഴിക്കുള്ളൂ, ഭക്ഷണം കഴിക്കുള്ളൂ. ദിവ്യശാല തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ആ കാലഘട്ടത്തിൽ ഈ ഒരു കൂട്ടം കറി അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ തന്നെയല്ലേ അടുക്കളയിൽ ചെയ്യുന്നത്. ഞാൻ വളരെ ആഡംബരമായിട്ട് ജീവിച്ച മനുഷ്യനാണ് ഒരു കാലം മുഴുവൻ. എൻ്റെ ഒത്തിരി ആഡംബരമല്ല, എൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ ആഡംബരമായിട്ട് ജീവിച്ച മനുഷ്യൻ. 2 ജോഡി ഡ്രസ്സേൽ ജീവിക്കാൻ തുടങ്ങി. ഒരു ഷർട്ടും മുണ്ടും കലക്കിയിട്ട് കഴിഞ്ഞിട്ട് അടുത്തെടുത്തു. ദീർഘകാലം എൻ്റെ ഒരു ട്രെയിനിങ് അങ്ങനെയായിരുന്നു. അങ്ങനെ ദിവ്യശാല തുടങ്ങിയപ്പോൾ അതും എനിക്ക് ഉപകാരപ്പെട്ടു. കാരണം ഇവർക്ക് ഒരെണ്ണം വിലക്കിയിട്ട് വേറെ ഒരെണ്ണം കൊടുക്കാം, 1 day 1 ഡ്രസ്. അതുപോലെ ചെരുപ്പ്, എനിക്ക് കന്നാര കൃഷി ഉണ്ടാകുന്ന ഒരു കാലം. കാലയിൽ മുള്ളുകൊണ്ട്, കന്നാരയുടെ മുള്ളുകൊണ്ട് കാലൊക്കെ പഴുത്തു. 2 കാലും മുഴുവൻ പഴുത്തു. പഴുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെരുപ്പിടാൻ പാടില്ല. അപ്പം ഞാൻ ആ ചെരുപ്പ് തൽക്കാലം ചെരുപ്പിടിയിലങ്ങ് ഉപേക്ഷിച്ചു. ഞാനത് തുടർന്നു. അത് കുറേ കാലം ഞാൻ ഈ 30 വർഷത്തിൽ 25 വർഷം ചെരുപ്പിടാണ്ടിരുന്ന ആളാണ്. ഞാൻ വിവാഹത്തിന് പോലും ചെരുപ്പിടാണ്ട് ആണ് വിവാഹത്തിന് പോകുന്നത്. ഞാനാണ് ഇവരുടെ പരീക്ഷണ വസ്തു. ഇവരിൽ പരീക്ഷിക്കപ്പെട്ട എല്ലാ തത്വങ്ങളും ഞാൻ എന്നിൽ പരീക്ഷിച്ചാണ്. അങ്ങനെയാണ് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഏതേത് വിഷയങ്ങളിലേക്ക് പോയാലും ഞാൻ അതിനെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം എനിക്ക് ദൈവം അനേക മേഖലകളിൽ ഈ കാര്യത്തിൽ എനിക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ട്. ദൈവം തന്ന പരിശീലനങ്ങളുണ്ട്. ഇതിപ്പം ഒരു സ്വന്തം മാതാപിതാക്കളെ പോലും മക്കൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ള കാലത്തിലാണ് രവിചേട്ടനും കുടുംബവും ഈ 300 മക്കളെ എല്ലാ കാര്യത്തിലും നോക്കുന്നത്. രവിചേട്ടാ, അപ്പോൾ അങ്ങനെ 29 വർഷം പൂർത്തിയായ ഈ വേളയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ.